ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനെന്താ പറ്റിയേ? ഫോണിൽ പറഞ്ഞപ്പോ എനിക്കൊന്നും അങ്ങ് മനസ്സിലായില്ല. എന്താ? വിഷ്ണുട്ടാ, പേടിക്കാനൊന്നുമില്ല. രാത്രിയില് അച്ഛനൊരു നെഞ്ചുവേദന വന്നതാ. ദൈവമേ. വിഷ്ണുട്ടാ, ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ശാലിനി, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുട്ടാ, ഞാൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളാം. വിഷ്ണുട്ടൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോന്നാ മതി. ഞാനിപ്പോ ഇവിടുന്ന് പുറപ്പെടുക. ആ ശരി. ശരി ശരി. കമല, വണ്ടി കയറാ. മിസ് കോള്. എന്താ ശന പ്രശ്നം? എടുത്തേമന്തിനാ ഈ സമയത്ത് വിളിച്ചത്? അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേന. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അയ്യോ, രമേട്ട, കുറച്ചുകൂടി പെട്ടെന്ന് പോ. ശരി മോളെ. വിഷ്ണുവിനെ കിട്ടിയോ? ഇല്ല, രാഘവേട്ടൻ അധികം സംസാരിക്കണ്ട. രാഘവേട്ട, 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 ഒന്നുമില്ല രാഘവേട്ട. കാരണം ശബ്ദം കേട്ട് എന്താ അച്ഛൻ, എന്താ പറ്റിയ? അച്ഛൻ അവനൊന്നും പറയില്ലേ. അച്ഛനൊന്നും പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഞാനുണ്ടാവും. അച്ഛൻ എഴുന്നേറ്റ് എഴുന്നേക്ക്. ശാലിനി, ശാലിനി, ഇവളെവിടെ പോയി? ശാലിനി, അത് ശരി, ആളിവിടെ ഇല്ലേ? ശാലിനി, ഇവളെവിടെ പോയി? ആ മോളെ, നീ ഇതെവിടെയാ? അച്ഛന് നെഞ്ചുവേദനയാണ്, ഒന്ന് അവിടം വരെ ചെല്ലണോന്ന്. അയ്യോ, രാത്രി തന്നെ രാമേട്ടനെ വരുത്തി അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു. തലയൊന്ന് ഇടിച്ചിട്ടുണ്ട്, അത് വീണപ്പോ സംഭവിച്ചതാ. അയ്യോ, സ്കാൻ ചെയ്യണം, പിന്നെയും കുറച്ച് ടെസ്റ്റുകൾ കൂടിയുണ്ട്. നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? ആ സമയത്ത് അമ്മയുടെ ഉറക്കം കൂടി കളയണ്ടല്ലോ എന്ന് കരുതി. ഓ, പിന്നെ അമ്മയെ വിളിക്കുമ്പോ കുട്ടികൾ ആരെങ്കിലും ഉണർന്നാ പിന്നെ അവരെയും കൊണ്ടുവരേണ്ടി വരും. അപ്പൊ വിഷ്ണു ഇല്ലേ സ്ഥലത്ത്? ഇല്ലമ്മേ, വിഷ്ണുട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ലായിരുന്നു. ആ, ഇത് അച്ഛന് തീരെ വയ്യാതായി. ഞാനും കൂടി വന്നില്ലായിരുന്നെങ്കിൽ പാവം
ഇപ്പൊ തന്നെ വല്ലാണ്ട് പേടിച്ച അവസ്ഥയിലാ. ഇപ്പൊ സത്യാമ്മയുടെ ആദർശവും തന്റെ ഒക്കെ എവിടെ പോയി? ഒരാളുടെയും സഹായം വേണ്ടെന്നല്ലേ പറയാറ്, പ്രത്യേകിച്ച് നിന്റെ. എന്നിട്ട് ഇപ്പൊ ഒരാവശ്യം വന്നപ്പോ ആരാ ഉണ്ടായത്? ഇതാ പറയുന്നത്, ആരെ ഒരിക്കലും നിന്ദിക്കരുതെന്ന്, ഇതുപോലെ വെല്ലുവിളിക്കരുതെന്ന്. ആപത്ത് കാലത്ത് ഒരു കൈ സഹായത്തിനെ ശത്രുവായിട്ട് കരുതുന്നവരെ ഉണ്ടാവും. അതിനിയെങ്കിലും അവർ മനസ്സിലാക്കിയാ കൊള്ളാം. എന്നെ വിളിക്കാൻ മടിയുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അച്ഛന്റെ ഫോണിൽ നിന്ന് വിളിച്ച്. പക്ഷെ സംസാരിച്ചത് സത്യമ്മയാ. എന്തായാലും നീ നിന്റെ കടമ ചെയ്യുന്നു. അച്ഛൻ എന്തായാലും നിന്നെ വലിയ കാര്യമാണല്ലോ. അദ്ദേഹത്തിനൊരാവശ്യം വന്നപ്പോ വിളിക്കാൻ പറഞ്ഞല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ശരി അമ്മ, ഞാൻ വിളിക്കാം. ശരി. ദേവടാ, ഷള്ളി, വിഷ്ണുട്ടാ. അച്ഛനെന്താ പറ്റിയേ? ഫോണിൽ പറഞ്ഞപ്പോ എനിക്കൊന്നും അങ്ങ് മനസ്സിലായില്ല. എന്താ? വിഷ്ണുട്ടാ, പേടിക്കാനൊന്നുമില്ല. രാത്രിയില് അച്ഛനൊരു നെഞ്ചുവേദന വന്നതാ. ദൈവമേ, സത്യമ്മ എന്നെ വിളിച്ച് പറയായിരുന്നു. വിഷ്ണുവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാ പറഞ്ഞു. ഞങ്ങൾ നിന്ന സ്ഥലത്ത് റേഞ്ച് കുറവായിരുന്നു. അല്ല, ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട്? എന്താ പറഞ്ഞേ? രാത്രി തന്നെ കൊണ്ടുവന്നുകൊണ്ട് നന്നായി. അച്ഛൻ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ, ഞാൻ അകത്തുള്ള രാഘവൻ നായരുടെ മകനാ വിഷ്ണു. അച്ഛനിപ്പോ സ്കാൻ ചെയ്ത് നോക്കട്ടെ. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴത്തെ ഒരു വെപ്രാളത്തില് അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല.